ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ മുള്ളങ്കി വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഫ്രഷായ മുള്ളങ്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് ഇത്രയും മുള്ളങ്കി വേണ്ട, ഒരു 3 എണ്ണം മാത്രം മതിയാകും. നമുക്ക് വേണമെങ്കിൽ ഈ മുള്ളങ്കിയുടെ ഇലയും എടുക്കാം, പക്ഷെ ഞാൻ ഇന്ന് ചേർക്കുന്നില്ല. പക്ഷേ മുള്ളങ്കിയുടെ ഇലയിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് കളയാതെ വേറെ ഏതെങ്കിലും കറി ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ മുള്ളങ്കി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 വശത്തും കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊന്ന് ചെത്തി മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അടുത്തതായി ഒരു കുക്കർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകിയെടുത്തിട്ടുള്ള മുള്ളങ്കി ഈ ഒരു അളവിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വലിപ്പത്തിൽ നമ്മൾ മുറിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എടുത്തിട്ടുള്ള മുള്ളങ്കി മുഴുവൻ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മുള്ളങ്കിയിൽ ധാരാളം വെള്ളമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി വരും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് സ്റ്റവിലേക്ക് വെക്കാം. ഇതൊരു 4-5 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഈ മുള്ളങ്കി നന്നായി വെന്ത് കിട്ടണം. ഇപ്പോൾ ഇതാ 5-6 വിസിൽ അടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തണുത്തതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. ഒരു കത്തി കൊണ്ട് ഇതുപോലെ കുത്തി നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. മുള്ളങ്കി വേവിച്ചതിന് ശേഷം കുക്കറിൽ ബാക്കി വന്ന വെള്ളം കളയാതെ മാറ്റി വയ്ക്കാം. ഇനി ഒരു സ്മാഷർ വെച്ചിട്ട് ഈ മുള്ളങ്കിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ല സോഫ്റ്റായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ചെറിയ കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് പ്രസ് ചെയ്തിട്ട് ഉടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഒരേപോലെ പേസ്റ്റ് പോലെ കിട്ടും. ഇപ്പോഴിതാ നല്ല പോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ചേർക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവാണ് ചേർക്കുന്നത്. നിങ്ങൾ എടുത്തിട്ടുള്ള മുള്ളങ്കിക്ക് അനുസരിച്ചിട്ട് വേണം മാവ് ചേർക്കാൻ. ഞാൻ എടുത്ത ഈ മുള്ളങ്കിക്ക് എനിക്കൊരു 2 കപ്പ് ഗോതമ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ അയമോദകം നമ്മുടെ കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് നന്നായി തിരുമ്മി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ അയമോദകത്തിൻ്റെ ഫ്ലേവർ നമ്മുടെ റെസിപ്പിയിൽ നന്നായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയ്ക്ക് പകരം ഈ മുള്ളങ്കിയുടെ ഇല തന്നെ നമ്മൾ നന്നായി കഴുകി ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇതൊക്കെ കൂടാതെ കസൂരി മേത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മുള്ളങ്കിയിൽ ധാരാളം വെള്ളമുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കണമെന്നില്ല. നല്ല രീതിയിൽ തന്നെ ഈ മുള്ളങ്കിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആവശ്യമാണെങ്കിൽ മാത്രം കുക്കറിൽ നമ്മൾ വേവിച്ചപ്പോൾ വെള്ളം ബാക്കി വന്നില്ലേ, ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. എന്നാൽ എനിക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വന്നില്ല. കുറച്ച് മാവ് എക്സ്ട്രാ ചേർക്കേണ്ടി വന്നു. അത്രയ്ക്കും വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ കുഴയ്ക്കും തോറും വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതാ മാവ് നല്ല സോഫ്റ്റാക്കി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് വെറും ഒരു 2-3 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ മാവിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടി. ഈ മാവിൽ നിന്ന് ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ മാവ് വെച്ചിട്ട് നമ്മൾ മുള്ളങ്കിയുടെ പറാട്ടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്.
നോർത്ത് ഇന്ത്യക്കാർ എപ്പോഴും തയ്യാറാക്കുന്ന മൂലിക്ക പറാട്ടയാണ് നമ്മളിവിടെ റെഡി ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മൾ അല്പം വെറൈറ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തത്. ഞാൻ ഈ ഒരു അളവിലാണ് മാവ് ഉരുളയാക്കി എടുത്തത്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള മാവും ഉരുളയാക്കി എടുക്കാം. ഇപ്പോഴത്തെ മാവുകളെല്ലാം തന്നെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലക എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് തൊട്ട് പരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാവിൻ്റെ പൊടിയും എടുത്തു വയ്ക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും ഒരല്പം കട്ടിയായിട്ട് പരത്താവുന്നതാണ്. ഇനി നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നാൽ അല്പം കട്ടി കൂട്ടി പരത്തിയെടുക്കണം. ഈ പൊറാട്ടയോടൊപ്പം ഇഷ്ടമുള്ള കറികളൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. അതല്ലാതെ കറികളൊന്നും ഇല്ലാതെയും നമുക്കിത് കഴിക്കാം. ഒരു തൈരുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. നോർത്ത് ഇന്ത്യക്കാർ ഇതോടൊപ്പം കഴിക്കുന്നത് തൈര്, അച്ചാർ, തക്കാളി ചട്നി ഇതൊക്കെ ചേർത്തിട്ടാണ്. ഇപ്പോൾ ഇതാ മാവ് പാകത്തിന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഉരുളയാക്കി വെച്ചിട്ടുള്ള എല്ലാ മാവും ഇതേപോലെ പരത്തിയെടുക്കാം. ഇപ്പോഴിതാ മാവുകളെല്ലാം പരത്തിയിട്ടുണ്ട്. ഇനി ഒരു തവ അടുപ്പത്തേക്ക് വയ്ക്കാം. തവ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായി തവയിലേക്കിട്ട് ചുട്ടെടുക്കാം. ഒരു സൈഡ് പൊള്ളി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായി പൊള്ളി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായി പൊങ്ങി വരും. നല്ല സോഫ്റ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി പൊള്ളി വന്നതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നെയ്യോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നെയ്യാണ് ചേർത്തത്. ഇതിലേക്ക് നെയ്യ് ചേർക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ്. അതല്ലാതെ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർക്കാവുന്നതാണ്. ഇത് ആദ്യത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം. മുള്ളങ്കിയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്ന നല്ലൊരു പച്ചക്കറിയാണിത്. ധാരാളം വിറ്റാമിൻ സി, പൊട്ടാസ്യം, ഫൈബർ എന്നിവ സമ്പുഷ്ടമായി അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. കരളിലെ വിഷാംശവും വൃക്കയിലെ വിഷാംശവും ഒക്കെ നീക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഈ ഒരു മുള്ളങ്കി നമ്മൾ സാധാരണ ഒരു മെഴുക്ക് വരട്ടിയായിട്ടോ അല്ലെങ്കിൽ സാമ്പാറിലൊക്കെ മാത്രമാണ് ചേർക്കുന്നത്. കൂടുതൽ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ഐറ്റമാണ് ഈ മുള്ളങ്കി. എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മുള്ളങ്കി ഈ ഒരു രീതിയിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിത് കഴിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ട് ഇതേപോലെ ഒരു മുള്ളങ്കി പൊറാട്ട തയ്യാറാക്കിയെടുക്കാം. സിമ്പിളായിട്ട് ഒരു തക്കാളി ചട്നിയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മുള്ളങ്കി ചേർത്തിട്ട് ഇതേപോലൊരു പൊറാട്ട തയ്യാറാക്കി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടിഫിൻ ബോക്സിലും ഓഫീസിലും കൊടുത്തയക്കാവുന്നതാണ്. മുള്ളങ്കി പൊറാട്ട സാധാരണ തയ്യാറാക്കി എടുക്കുന്നത് മുള്ളങ്കി നല്ലപോലെ ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ഗോതമ്പ് മാവ് കുഴച്ചെടുത്തിട്ട് അതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ഇച്ചിരി വെള്ളം പോലെയൊക്കെ തോന്നും. അതുപോലെ അത് ഇത്തിരി നമുക്ക് പരത്താനൊക്കെ കുറച്ച് പാടുമാണ്. കഴിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാനും മുതിർന്നവർക്കായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ രീതിയിൽ തയ്യാറാക്കിയാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഒരു പൊറാട്ടയ്ക്കൊപ്പം ഏത് കറി കൂട്ടിയും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ആരോഗ്യമുള്ള ഭക്ഷണം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് കാണിച്ച മുള്ളങ്കി വെച്ചിട്ടുള്ള പൊറാട്ട റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.